AICC പ്രസിഡന്റ് അന്ന് സോണിയാഗാന്ധി ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും എനിക്ക് നേരിടേണ്ടി വന്ന, ഞാൻ കടന്നു പോകേണ്ടി വന്ന പല കനൽ വഴികളുണ്ട്. അതുപോലെ എൻ്റെ ഭർത്താവ് എൻ്റെ പോളിംഗ് ഓഫീസർ ആയിരുന്നിട്ട് പോലും അന്ന് കോവിഡ് കാലമായിരുന്നു. 15 ദിവസത്തെ സ്പെഷ്യൽ കോവിഡ് ഡ്യൂട്ടി കൊടുത്ത് അവിടെ നിന്ന് മാറ്റി നിർത്തി. ഞാനും നിസ്സഹായരായ 3 പിള്ളേരും. ഞങ്ങൾ കോൺഗ്രസ്സുകാര്, പ്രത്യേകിച്ച് കോട്ടയത്തെ കോൺഗ്രസ് സ്ത്രീ വിരുദ്ധത ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുകയാണ്. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എനിക്ക് നേരിടേണ്ടി വന്ന കുറേയേറെ അവഹേളനകൾക്കെതിരെ പലതവണ കോൺഗ്രസ് നേതൃത്വത്തിന് AICC പ്രസിഡന്റ് അന്ന് സോണിയാഗാന്ധി ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും എനിക്ക് നേരിടേണ്ടി വന്ന, ഞാൻ കടന്നു പോകേണ്ടി വന്ന പല കനൽ വഴികളുണ്ട്. അതിനെക്കുറിച്ച് പലതവണ സംസ്ഥാന നേതൃത്വത്തിലും കോട്ടയം ജില്ലയിലും അറിയിച്ചിട്ടും അച്ചടക്ക സമിതി ചെയർമാൻ കോട്ടയം ജില്ലയിൽ ആയിട്ടുപോലും എനിക്ക് നേരിടേണ്ടി വന്നത് ഇതുവരെ നമുക്കൊരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇതുവരെ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ പോലും ഒരു നേതാക്കന്മാരും, കോട്ടയം ജില്ലയിലെ ചെറുതും വലുതുമായ നേതാക്കന്മാരിൽ ആരും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ എന്റെ പ്രതിഷേധം ഇനിയെങ്കിലും മാധ്യമങ്ങളിൽ കൂടിയെങ്കിലും, നമുക്കറിയാം കോടതി പോലും കൈവിട്ട കേസുകളിൽ പോലും മാധ്യമങ്ങളിലൂടെ നീതി കിട്ടുന്നുണ്ട്. അപ്പൊ അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു എന്റെ പ്രതിഷേധം അറിയിക്കാനുള്ളത്. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ടൗൺ വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ. അന്നത്തെ ഏറ്റുമാനൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്റെ വാർഡിൽപ്പെട്ടയാളായിരുന്നു. ബ്ലോക്ക് ഭാരവാഹികളുണ്ടായിരുന്നു. പഴയ കൌൺസിലർ, 15 വർഷമായിട്ട് ആ വാർഡിന്റെ കൌൺസിലറായിരുന്നു. ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തി ആ ആൾക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങി. അതുപോലെ എൻ്റെ ഭർത്താവ് എൻ്റെ പോളിംഗ് ഓഫീസർ ആയിരുന്നിട്ട് പോലും അന്ന് കോവിഡ് കാലമായിരുന്നു. 15 ദിവസത്തെ സ്പെഷ്യൽ കോവിഡ് ഡ്യൂട്ടി കൊടുത്ത് അവിടെ നിന്ന് മാറ്റി നിർത്തി. ഞാനും നിസ്സഹായരായ 3 പിള്ളേരും. ഞങ്ങൾ 20 വർഷമായി ഏറ്റുമാനൂർ താമസിക്കുന്നു. ഞങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരുമില്ല. പാർട്ടി പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നു. ഇവരെല്ലാവരെയും മാറ്റി നിർത്തി എന്നെ ഒറ്റപ്പെടുത്തി. അപ്പം എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചതിനെതിരെ ഞാൻ അന്നൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ഡിസംബർ മാസം 5-ാം തീയതി 2020. അപ്പം അന്ന് എനിക്കിങ്ങനെയുള്ള അവഗണന നേരിടേണ്ടി വരുന്നു. അന്ന് ഞാനും എൻ്റെ മോളും കൂടിയാണ്. അതെ, സ്ത്രീ വിരുദ്ധതയെ കുറിച്ച് ഇല്ല. നമ്മൾ ഏറ്റുമാനൂര് മാത്രം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. മഹിളാ കോൺഗ്രസിലുണ്ട്. വേറെ നേതാക്കന്മാരുമായിട്ട് ഞാൻ അങ്ങനെ പോവാറില്ല. എൻ്റെ ഹസ്ബൻഡ് സജീവമായിട്ട് രാഷ്ട്രീയത്തിലുള്ളയാളാണ്. 10-25 വർഷമായിട്ട് കോട്ടയം ജില്ലയിലെ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നയാളാണ് എൻ്റെ ഭർത്താവ്.